ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ആവാസ വ്യവസ്ഥയുടെ സംരക്ഷകരായി മഴക്കാടുകൾ. ആരുടെയും ഹൃദയം കവരുന്ന നിരവധി മഴക്കാടുകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭൂമി. ജൈവവൈവിധ്യം, സമൃദ്ധമായ പച്ചപ്പ്, വന്യജീവികൾ എന്നിവയൊക്കെ സമൃദ്ധമായി ഉള്ളൊരിടം. ഇത്തരം പ്രദേശങ്ങളിലെ 1/4 സസ്യങ്ങളും പ്രകൃതിദത്ത സസ്യങ്ങളായതിനാൽ മഴക്കാടുകളെ ലോകത്തിന്റെ ഫാർമസി എന്ന് വിളിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം മഴക്കാടുകളുടെ അന്താരാഷ്ട്ര ദിനം ആചരിച്ചു. ലോകമെമ്പാടും എല്ലാ വർഷവും ജൂൺ 22 ആചരിക്കുന്ന ഈ ദിനം ഭാവി തലമുറകൾക്കായി മഴക്കാടുകളെ നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെ പിന്തുണയ്ക്കുന്നതിലൂടെയും കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലൂടെയും അവശ്യ വിഭവങ്ങൾ നൽകുന്നതിലൂടെയും ഈ ആവാസ വ്യവസ്ഥ നിർണായകമായ സംഭാവനകളാണ് ഭൂമിക്ക് നൽകുന്നത്. കാലാവസ്ഥാ സ്ഥിരത, ജൈവവൈവിധ്യ സംരക്ഷണം, സാംസ്കാരിക പൈതൃകം, സുസ്ഥിരമായ ഉപജീവനമാർഗം എന്നിവയ്ക്കായി കടന്നുകയറ്റങ്ങളില്ലാത്ത സമ്പുഷ്ടമായ മഴക്കാടുകൾ പരിപാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്നതിനായി 2017 മുതൽ വിവിധ സംഘടനകളുടെ ഏകോപനത്തിലാണ് ലോക മഴക്കാടുകളുടെ ദിനം ആചരിക്കാൻ ആരംഭിച്ചത്. ഈ സുപ്രധാന ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരാഗോള വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ശ്രീകുമാർ. നിബിഡമായ വൃക്ഷലതാദികളും ഇടതൂർന്ന ഇലച്ചാർത്തുകളും ഉയർന്ന ആർദ്രത ഉള്ളതും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും കൊണ്ട് സമ്പന്നമാണ് മഴക്കാടുകൾ. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം നൽകുന്നതിനാണ് ലോക മഴക്കാട് ദിനമായി ജൂൺ 22 ആചരിക്കുന്നത്. ഏകദേശം 60 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉള്ളതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഴക്കാടായി കണക്കാക്കപ്പെട്ടതുമായ ആമസോൺ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശങ്ങളായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആൻഡമാൻ ദ്വീപ് സമൂഹം എന്നീ പ്രദേശങ്ങളിലാണ് പ്രധാനമായും മഴക്കാടുകൾ കണ്ടുവരുന്നത്. കേരളത്തിലെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം ചെന്ന മഴക്കാടുകളിൽ ഒന്നാണ്. ശുദ്ധജലം, ജൈവ വൈവിധ്യ സംരക്ഷണം, കാലാവസ്ഥാ നിയന്ത്രണം, അന്തരീക്ഷത്തിലെ കാർബൺ ആഗിരണം തുടങ്ങിയ നിരവധി പാരിസ്ഥിതിക സേവനങ്ങളാണ് മഴക്കാടുകൾ നൽകി വരുന്നത്. ആഗോള ജലചക്രത്തിൽ മഴക്കാടുകൾക്ക് വലിയ സ്വാധീനമാണുള്ളത്. മഴയുടെ സ്വഭാവരീതികളെയും കാലാവസ്ഥാ സ്ഥിരതയെയും ജലവ്യവസ്ഥയുടെ ആകെ സന്തുലിതാവസ്ഥയെയും മഴക്കാടുകൾക്ക് സ്വാധീനിക്കാൻ കഴിയും. പ്രതിവർഷം 1750 മില്ലിമീറ്ററിലധികം മഴ ലഭിക്കുന്ന മഴക്കാടുകളിൽ ഭൂമിയിലെ 2/3 സസ്യജന്തുക്കളും ജീവിക്കുന്നതിനാൽ ഇവയുടെ സംരക്ഷണം വളരെ അത്യന്താപേക്ഷിതമാണ്. കൃഷി, ഖനനം, തടി എന്നീ ആവശ്യങ്ങൾക്കായുള്ള വനനശീകരണം കൊണ്ട് മഴക്കാടുകളുടെ വിസ്തൃതി വളരെയധികം കുറഞ്ഞു വരുന്നു. 2024 മാത്രം 6.7 ദശലക്ഷം മഴക്കാടുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതുമൂലം കാർബൺ ആഗിരണം ചെയ്യുവാനുള്ള വനപ്രദേശങ്ങളുടെ കഴിവ് കുറയുകയും അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതക സാന്നിധ്യം വളരെ ഉയരുകയും ചെയ്യുന്നു. ഉയർന്നു വരുന്ന ആഗോള താപനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകമൊട്ടാകെ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ചുഴലിക്കാറ്റുകളുടെ തീവ്രത കൂടുകയും കടുത്ത ചൂടും കനത്ത മഴയും പ്രവചനാതീതമായി കൊണ്ടിരിക്കുന്നു. മഴക്കാടുകൾ കത്തിയെരിയുമ്പോൾ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ വർധനവ് അന്തരീക്ഷത്തിലെ താപനില കൂട്ടുകയും മഞ്ഞുരുകി സമുദ്രജലനിരപ്പ് ഉയർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്നു. ഭൂമിയിൽ കണ്ടുവരുന്നതിൽ പകുതിയിലധികം സ്പീഷീസുകളും നിലനിൽക്കുന്ന മഴക്കാടുകൾ മനുഷ്യനെ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായതിനാൽ
അവയെ സംരക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. കാലാവസ്ഥാ നിയന്ത്രണത്തിലും ഓക്സിജൻ പുനഃചംക്രമണത്തിലും മഴക്കാടുകൾ നിർണായക പങ്കുവഹിക്കുന്നു. ഇലകളിൽ നിന്ന് നീരാവി പുറത്തുവിടുന്നതിലൂടെ അന്തരീക്ഷ നദികൾ രൂപപ്പെടുകയും അതുവഴി വിദൂര പ്രദേശങ്ങളിലേക്ക് ആവശ്യത്തിന് മഴ ലഭിക്കുകയും ചെയ്യുന്നതിലൂടെ കാലാവസ്ഥാ രീതികളെ സ്വാധീനിക്കുന്നു. ജീവനുള്ള ഔഷധശാലകൾ എന്നറിയപ്പെടുന്ന മഴക്കാടുകൾ പുതിയ മരുന്നുകൾ വികസിപ്പിക്കുന്നതിനും കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ ദൈനംദിന ജീവിതത്തിനാവശ്യമായ വസ്തുക്കളുടെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. വിലപ്പെട്ട, ഇനിയും ഉപയോഗിക്കപ്പെടാത്ത, തിരിച്ചറിയപ്പെടാത്ത ജൈവ വൈവിധ്യത്തെ മഴക്കാടുകൾ ഉൾക്കൊള്ളുന്നു. എഴുത്തുകാരനും വനം വകുപ്പ് മുൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റുമായ ശ്രീ JR അനിൽ. മഴക്കാടുകൾ മനുഷ്യരാശിക്ക് കുടിനീരെത്തിക്കുന്ന അനേകം നദികൾക്ക് ജന്മം നൽകുകയും വൻതോതിൽ കാർബൺ സംഭരിക്കുകയും കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ലോകത്താകമാനമുള്ള സസ്യജന്തു വിഭാഗങ്ങളിൽ പകുതിയിലേറെ കാണപ്പെടുന്നത് മഴക്കാടുകളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിലെ ജീവന്റെ ഏറ്റവും വലിയ ഉറവിടവും അതുതന്നെയാണ്. അവിടെ കാണപ്പെടുന്ന അപൂർവങ്ങളായ ഔഷധച്ചെടികളുടെ സാന്നിധ്യം കൊണ്ട് മഴക്കാടുകൾ പ്രകൃതിജന്യ ഔഷധങ്ങളുടെ ഏറ്റവും വലിയ കലവറയാണെന്നും അറിയപ്പെടുന്നു. ഭൂമധ്യരേഖയ്ക്ക് അടുത്തായി കാണപ്പെടുന്ന വൃക്ഷസാന്ദ്രമായ മഴക്കാടുകളിലെ കാലാവസ്ഥ ചൂടുള്ളതും ഈർപ്പമേറിയതുമാണ്. വർഷത്തിൽ തുടർച്ചയായി എല്ലാ മാസവും നല്ല തോതിൽ മഴ ലഭിക്കുന്ന ഇത്തരം ഇടതൂർന്ന വനങ്ങളിലെ ഉയരമുള്ള വൃക്ഷമേലാപ്പുകൾക്കിടയിലൂടെ താഴേക്ക് അരിച്ചെത്തുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് തുലവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അടിക്കാടുകളിൽ ഉയരവും വണ്ണവും കുറഞ്ഞ മരങ്ങളാണ് അധികമായും അവിടെ കാണപ്പെടുന്നത്. നിലത്താകട്ടെ പ്രകാശം പിന്നെയും കുറയുന്നതിനാൽ സസ്യങ്ങൾ താരതമ്യേന കുറവായിരിക്കുകയും ചെയ്യും. എന്നാൽ വൻതോതിൽ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്കായും തടി ഉത്പാദനത്തിനായും നടന്നുവരുന്ന വനനശീകരണവും നിയന്ത്രണങ്ങളില്ലാത്ത ഖനനവും മഴക്കാടുകൾക്ക് ഇന്ന് വൻ ഭീഷണി ഉയർത്തുന്നു. അതൊക്കെ തന്നെയാണ് 2022 സമാനതകളില്ലാത്ത കെടുതികൾ വിതച്ച കാട്ടുതീ വീഴ്ചയ്ക്ക് കാരണമായതും. വനവും ആഹാരവും അല്ലെങ്കിൽ ഫോറസ്റ്റ് ആൻഡ് ഫുഡ്സ് എന്നതാണ് ഈ വർഷത്തെ മഴക്കാടുകളുടെ ദിനത്തിൽ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം. തദ്ദേശീയരായ ഗോത്രവർഗക്കാരുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാരത്തിൻ്റെയും സുസ്ഥിരമായ ജീവനോപാധികളുടെയും വറ്റാത്ത സ്രോതസ്സുകളാണ് മഴക്കാടുകൾ. വിവിധങ്ങളായ കായ്ഫലങ്ങളും മറ്റ് സസ്യജന്യമായ ആഹാരവസ്തുക്കളും ഇതിൽപ്പെടുന്നു. ഉള്ളിലും പരിസരങ്ങളിലുമായി അധിവസിക്കുന്ന അനേകം മനുഷ്യർക്ക് തൊഴിലും വരുമാനവും പ്രദാനം ചെയ്യുന്നതും വനങ്ങൾ തന്നെയാണല്ലോ. അതുപോലെ തന്നെ പ്രധാനമാണ് വിവിധ ജന്തുവർഗങ്ങൾക്ക് കാട് നൽകുന്ന ആഹാരവും സംരക്ഷണവും എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം അധികരിച്ചിരിക്കുന്ന ഈ കാലയളവിൽ സ്വാഭാവിക വനങ്ങളിലേക്കുള്ള അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റം സസ്യാഹാരികളുടെ ആഹാര ലഭ്യത കുറച്ചിരിക്കാം എന്ന വാദഗതി ശരിയാണെങ്കിൽ കാടിൻ്റെ നഷ്ടപ്പെട്ടു പോയ തനത് കഴിവുകൾ വീണ്ടെടുക്കുവാൻ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു. അതുതന്നെയാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയവും. ഏകദേശം 1.2 ബില്യൺ ഹെക്ടർ വിസ്തൃതിയുള്ള ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഭൂമിയുടെ ആഗോള പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായകമാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. ലോകത്തിലെ ആകെ ജന്തു സസ്യജാലങ്ങളുടെ പകുതിയും വസിക്കുന്നത് മഴക്കാടുകളിലാണ്. പ്രകൃതിക്ക് ദോഷകരമായ കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങൾ ആഗിരണം ചെയ്യുകയും ശുദ്ധജലം, ശുദ്ധവായു തുടങ്ങിയ നിരവധി വിഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന മഴക്കാടുകൾ ഭൂമിയുടെ നിലനിൽപ്പിന് എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പശ്ചിമഘട്ടം മുതൽ ആൻഡമാൻ വരെ വ്യത്യസ്തമായ മഴക്കാടുകളാണ് ഭാരതത്തിലുള്ളത്. ഭൂമിയുടെ ഓക്സിജന്റെ 20% സംഭാവന ചെയ്യുകയും ഗണ്യമായ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് സംഭരിക്കുകയും ചെയ്യുന്ന ഇത് ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കുന്നു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ K. ശ്രീജിത്ത്.
ജൈവ വൈവിധ്യം കൊണ്ടും ഉയർന്ന പാരിസ്ഥിതിക സേവനങ്ങൾ കൊണ്ടും സമൃദ്ധമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഭയാനകമായ തോതിൽ അപ്രത്യക്ഷമാകുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള ഉഷ്ണമേഖലാ മഴക്കാടുകൾ 1/4 മാത്രമേ നല്ല ആരോഗ്യകരമായ മെച്ചപ്പെട്ട അവസ്ഥയിൽ അവശേഷിക്കുന്നുള്ളൂ എന്ന് ആണ് ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും 2024 മഴക്കാടുകളുടെ റെക്കോർഡ് നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യം, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവയിൽ ഇത് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 2024 ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ 6.7 ദശലക്ഷം ഹെക്ടർ, അതായത് 16.6 ദശലക്ഷം ഏക്കർ മഴക്കാടുകൾ നഷ്ടപ്പെട്ടതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദശകങ്ങളിലെ ഏറ്റവും ഉയർന്ന ഒരു തോതാണിത്. മിനിറ്റിൽ 18 ഫുട്ബോൾ മൈതാനങ്ങൾ എന്ന നിരക്കിലാണ് ഇതിനെ കണക്കാക്കേണ്ടത്. ഈ നഷ്ടം സംഭവിച്ചത് 2023 അപേക്ഷിച്ച് ഇരട്ടിയിലധികമാണ്. 2023 അപേക്ഷിച്ച് ആമസോണിലും വൻപ്രദേശം ഇരട്ടിയിലധികം നഷ്ടപ്പെട്ടതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ 1/4 മാത്രമേ മികച്ച രീതിയിൽ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് പുതിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതായത് വൈവിധ്യമാർന്ന ജീവമൃഗങ്ങൾക്ക് ഉയർന്ന നിലവാരമുള്ള ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്ന മഴക്കാടുകളുടെ സ്ഥിതി താരതമ്യേന 1/4 ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉയർന്ന നിലവാരമുള്ള വനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ പാരിസ്ഥിതിക സേവനങ്ങളാണ് ഗുണമേന്മ കുറഞ്ഞ കാടുകൾ പ്രദാനം ചെയ്യുന്നത്. മഴക്കാടുകളുടെ നഷ്ടം കാർബൺ സംഭരണം, ജലവിതരണം, കാലാവസ്ഥ, പ്രാദേശിക സമൂഹങ്ങളുടെ ഉപജീവന മാർഗം എന്നിവയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ബൃഹത്തായ തുടർച്ചയായ വനപ്രദേശങ്ങൾ ജൈവവൈവിധ്യ സംരക്ഷണത്തിന്, പ്രത്യേകിച്ചും വലിയ മൃഗങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാണ്. വലിയ തോതിലുള്ള പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളും വനവൽക്കരണവും വ്യാപകമായി ഏറ്റെടുത്ത് പൂർത്തീകരിക്കേണ്ടതും നിലവിലുള്ള മഴക്കാടുകളെ സംരക്ഷിക്കേണ്ടതും പ്രാഥമിക ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. കേരളവും തമിഴ്നാടും കർണാടകയും ഉൾപ്പെടുന്ന പശ്ചിമഘട്ടത്തിന്റെ 2 ഭാഗങ്ങളും ഇന്ത്യയിലെ ഏറ്റവും മികച്ച മഴക്കാടുകളാൽ നിറഞ്ഞതാണ്. പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗത്ത് ഏകദേശം 30,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ കാണാം. സമ്പന്നവും ഇടതൂർന്നതുമായ വനപ്രദേശം തെക്കുപടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ ആരംഭിച്ച് ദക്ഷിണേന്ത്യയിലെ കർണാടക, കേരളം വരെ വ്യാപിക്കുന്നു. ഇരവികുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ചന്ദോളി നാഷണൽ പാർക്ക്, കുദ്രേമുഖ് നാഷണൽ പാർക്ക് എന്നിവ പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗത്ത് ഉൾപ്പെടുന്നു. ഉഷ്ണമേഖലാ മഴക്കാടുകൾ 30 ദശലക്ഷത്തിലധികം ഇനം സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. കൂടാതെ വ്യത്യസ്തമായ സാംസ്കാരിക സ്വത്വങ്ങളും പാരമ്പര്യങ്ങളുമുള്ള 350 പ്രാദേശിക വംശീയ വിഭാഗങ്ങളും ഉൾപ്പെടെ 30 ദശലക്ഷത്തിലധികം ജനങ്ങളെ ഉൾക്കൊള്ളുന്നു. മഴക്കാടുകൾ വെറും ഇടതൂർന്ന കാടുകൾ മാത്രമല്ല, അവ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ നിറഞ്ഞതും ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിന് നിർണായകവുമായ ആവാസ വ്യവസ്ഥയാണ്. മഴക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ നിറഞ്ഞ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജൈവ പരിസ്ഥിതി സംവിധാനമായ മഴക്കാടുകൾ പകരം വയ്ക്കാനാകാത്ത വിധം വൈവിധ്യവും സങ്കീർണവുമാണ്. വികസനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഭൂമിയുടെ ശ്വാസകോശമായ മഴക്കാടുകളിൽ ബാധിക്കാതിരിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.